ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി എങ്ങനെയാണെന്ന് നോക്കാം. കിട്ടിയിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 9 of Pentacles, 8 of Wands, 2 of Pentacles, Page of Wands, Page of Cups. ഇതിൽ നിങ്ങളുടെ എനർജി ഇട്ടിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നിങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് സ്നേഹം കിട്ടുമ്പോൾ തിരിച്ചതുപോലെ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് സ്നേഹം നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരുപാട് സ്നേഹം എല്ലാം ഇൻവെസ്റ്റ് ചെയ്തൊരു ആളാണ്. ഒരുപാട് നിങ്ങളെ ആ ജീവന് തുല്യം സ്നേഹിച്ച ഒരാളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഈ കാർഡുകളൊക്കെ കിട്ടിയിരിക്കുന്നത് ഒറ്റയ്ക്കായിപ്പോയി, ഒറ്റയ്ക്ക് എന്നുള്ള ഒരു എനർജിയിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടും അവർ ഒരുപാട് നിങ്ങളെ അത്രയും നിങ്ങളെ ഉള്ളിൽ പരിപൂർണമായി നിങ്ങളെ സ്നേഹിച്ചിട്ടും നിങ്ങളെ വിട്ട് ആ വ്യക്തി പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയി. ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കാം അവർ, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങൾ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്നും അവർ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയി. പക്ഷെ നിങ്ങൾ ആ ഒരു അകന്നു പോയെങ്കിൽ പോലും അവരോടുള്ള സ്നേഹം വേണോ വേണ്ടേ എന്നുള്ളൊരു ആ ഒരു കൺഫ്യൂഷനിലൂടെയും വിഷമങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് മറന്നു കളയാനും സാധിക്കുന്നില്ല, എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല. അന്നൊരു ലെവലിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ അവസാനം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പേജ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ആ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഒരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് മറന്നു കളയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു എനർജിയിലേക്കാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിലായിട്ടുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും നിങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളത് കൊണ്ട് നടക്കുന്നു. അത് തന്നെയാണ് ഈ കാർഡും കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങളത് വിട്ട് കളയാൻ തയ്യാറില്ല. നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ പോലെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. നിങ്ങളതൊരിക്കലും വിട്ട് കളയാൻ നിങ്ങൾ തയ്യാറല്ല. പേഴ്സൻ്റേത് എന്ത് തന്നെയാണെങ്കിലും ഇങ്ങോട്ടുള്ളത് എന്ത് ചലഞ്ചാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടെന്ന് നോക്കാം. നമുക്കൊരു കാർഡ് കൂടി നോക്കി നോക്കാം. കിട്ടിയിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളൊരു ലൂപ്പിലെന്ന പോലെ നിങ്ങൾ ഈ ഒരു ഇതിൽ പെട്ടുപോയി എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്കതില്ലാതെ ആ ഒരു നിങ്ങൾ ആരെയും അറിയിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു, നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ എന്ത് തന്നെയാണെങ്കിലും അവരൊക്കെ നിങ്ങൾ ചേസ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അവർക്ക് ഇഷ്ടമെങ്കിൽ അവർ തിരിച്ചു വരട്ടെ. നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു ഇത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളോട് അത് ഉള്ളിൽ നിങ്ങൾക്ക് കൊണ്ടു കിടക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഒരു പക്ഷേ നിങ്ങളത് മറന്നു കളയുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായിരിക്കുക. അതുകൊണ്ടായിരിക്കും ഈ ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. 3 ഓഫ് പെൻറ്റക്കിൾസ്, 5 of Wands, the Moon, 4 of Cups, King of Wands. കണ്ടില്ലേ, പേജ് ഓഫ് വാൻഡ്സിന് താഴെ കിങ് ഓഫ് വാൻഡ്സ് തന്നെ വന്നിരിക്കുന്നത്. 3 ഓഫ് വാൻഡ്സ്. ഇവരെന്ത് തന്നെയാണെങ്കിലും എന്തോ ഒരു ഇതിൽ പെട്ടുപോയ ഒരവസ്ഥയാണ്. അവരെ കാര്യമായിട്ട് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സ്നേഹം തിരിച്ചറിയുന്ന ഒരു പീരീഡായിരിക്കാം. ആ ഒരു പുതിയ പാഠങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പഠിപ്പിക്കുന്നൊരവസ്ഥയിൽ ഒരു പക്ഷേ അവർക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല.
അവർക്കൊരുപാട് അങ്ങനെ ഒരു ചിന്തയിലൂടെ ഇന്ന് കടന്നു പോകുന്നത്. പക്ഷേ അവർക്ക് ചുറ്റും ഒരുപാട് വഴക്കുകൾ, കോൺഫ്ലിക്റ്റുകൾ, വിഷമങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചുറ്റും കൂടി നിൽക്കുന്നവർ എന്തിനാണെന്നറിയാതെ, അവർക്കും അറിയില്ല എന്തിനാണെന്ന്, ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റും നിൽക്കുന്നവർ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം, കൂടെ നിൽക്കുന്നവരായിരിക്കാം, എല്ലാവരും പല തരത്തിലുള്ള ആക്രമണങ്ങൾ ഈ ആൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ തന്നെ അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആശങ്കകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. വിഷമങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊരു പിണക്കം, ഇപ്പോൾ നിങ്ങളോടൊരു മിസ്സിങ് എനർജി ഉണ്ട്. നിങ്ങളുടെ സ്നേഹത്തെ അവർ കൂടുതൽ അവർ ഓർക്കുന്നു, അവരതിനൊരു വാല്യൂ കൊടുക്കുന്നു, അവരത് വിട്ടുപോയതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു ഇഷ്ടം, അവിടെ ഞാൻ രാജാവായിരുന്നു എന്ന് അവർ തികച്ചും അത് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് വാല്യൂ ആൾക്ക് കൊടുത്തിരുന്നു, അത് അവർ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ഒരു അവസ്ഥയിലേക്കൂടെ തന്നെ ഇനി ഫ്യൂച്ചറിൽ കടന്നു പോകാൻ പോകുന്നത്. എന്തായാലും അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. അവർ മറ്റു കൂടെ ആരുണ്ടെങ്കിലും നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് ഈ കാർഡ് കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു കാർഡ് കൂടി നോക്കാം, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങൾ കാണാൻ പോകണമെന്ന്. ദ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ വളരെയധികം മൂല്യം നിങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ സ്നേഹത്തിന് കൽപ്പിച്ചിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഒരു റീയൂണിയൻ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ഇതിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് കൂടിച്ചേരാൻ, നിങ്ങളുടെ ഒരു സ്നേഹം, നിങ്ങളെന്ന വ്യക്തി വളരെയധികം അവർ വാല്യൂ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ആ ഒരു തിരിച്ചറിവ് ആൾക്ക് വരുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് കൂടി നോക്കാം, എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് എന്ന്. കമ്മിറ്റ്മെൻ്റാണ് കിട്ടിയിരിക്കുന്ന കാർഡ്. തിങ്സ് ആർ ഗെറ്റിംഗ് സീരിയസ്. എന്തായാലും അവർ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി അതൊക്കെ തീർന്ന് നല്ല ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു ഇതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇത് റെസൊനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിലാണ് എൻ്റെ എല്ലാ ദിവസത്തെയും വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.